പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നന്മയുടെ കൂട്ടുകാർ നടത്തുന്ന ശിശുദിനാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചും ഇന്നത്തെ നമ്മളെല്ലാം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊരവസരം തന്ന ഈ സംഘടനയുടെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുരളി എന്ന എൻ്റെ സുഹൃത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ രാജ്യം ഇന്ന് ശിശുദിനം ആചരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ 131 ജന്മദിനമാണ് ഇന്ന്. എന്താണ്, 1964 അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ദിവസം കുട്ടികളുടെ ദിനം, ബാലദിവസ് എന്ന രീതിയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്താണ്, കുട്ടികൾക്കുടെ ഏറ്റവും കരുതലുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു. അദ്ദേഹത്തിന് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നമ്മുടെ പുസ്തകശാലയിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾ അന്വേഷിക്കണം, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുസ്തകങ്ങളുണ്ടോ എന്നിവിടെ. അപ്പോൾ അത് നോക്കിയാൽ കുട്ടികളുടെ അനേകം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഓരോ കേരളത്തിലാണെങ്കിൽ മലയാള പരിഭാഷകൾ, മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ മലയാളത്തിലെ പുസ്തകം ഹിന്ദിയിൽ ഒക്കെ ലഭിക്കുന്ന ഒരു സൗകര്യം നാഷണൽ ബുക്ക് ട്രസ്റ്റ്, NBT. നമ്മുടെ സുകുമാർ അഴീക്കോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു ചെയർമാൻ. അത് ഇപ്പോൾ ടോട്ടോച്ചാനെ പോലുള്ള പുസ്തകങ്ങളൊക്കെ നാഷണൽ ബുക്ക് ട്രസ്റ്റാണ് ഏറ്റവും വില കുറഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ തേടണം. അത് നെഹ്റു നമുക്ക് ചെയ്തു തന്ന ഒരു സൗഭാഗ്യം, അതിൻ്റെ ഗുണഫലം ഇന്നും നമ്മൾ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനേകം സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശാസ്ത്രജ്ഞന്മാർക്കും പ്രതിഭാശാലികൾക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുട്ടികളോടുള്ള കരുതലിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്. എന്താണ്, ജപ്പാനിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ജപ്പാനിൽ പോയ സമയത്ത് അവിടുത്തെ കുട്ടികൾ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ആനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആനയെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവർ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ ആനയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നെഹ്റു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ആനക്കുട്ടിയെ അയച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വിമാനത്തിൽ ഒരു ആനക്കുട്ടിയെ ഈ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം കുട്ടികളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കുട്ടികളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് വാചകങ്ങളൊക്കെ നമുക്ക് നിങ്ങളുടെയൊക്കെ പ്രസംഗ മത്സരങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നാളത്തെ പൗരന്മാരാണ് നിങ്ങൾ, കുട്ടികളെ വളർത്തിയാൽ അതാണ് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്ന് ഒക്കെ അദ്ദേഹം വളരെ അത് പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹം നിർബന്ധം ബുദ്ധിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്താണ്, കുട്ടികൾ ശാസ്ത്രബോധമുള്ളവരായി വളരണം, കാര്യകാരണ ബന്ധത്തോടുകൂടി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഓരോ ചെറു വസ്തുവിലും തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്, ഇതെങ്ങനെയുണ്ടായി? ഒരു ഉരുളൻ കല്ല് കണ്ടാൽ നീ ചോദിക്കണം ഇതെങ്ങനെയുണ്ടായി എന്ന് അദ്ദേഹം ഇന്ദിരാ പ്രിയദർശിനി, അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. നമ്മളൊക്കെ അത് വായിക്കണം. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അദ്ദേഹത്തിന് കുട്ടികളോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അതിൽ പിന്നെ ഭൂമി എങ്ങനെ ഉണ്ടായി, ഭാഷകൾ എങ്ങനെയുണ്ടായി, സംഖ്യകൾ എങ്ങനെയുണ്ടായി, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എങ്ങനെയുണ്ടായി, ഒക്കെ അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ 10 വയസ്സായ മകൾക്ക് എഴുതിയ കത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിലൂടെ ലഭിക്കും. അത് നിങ്ങൾ വായിക്കണം എന്നാണ് അദ്ദേഹം തന്നെ. ഒരുപാട് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ പോലുള്ള ഒരുപാട് മഹത്തായ ഗ്രന്ഥങ്ങൾ
ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രാവലോകനം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്ക്, ടുവേഡ്സ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ ഉള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് നമുക്കിപ്പോൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ പുസ്തകം നമ്മളെല്ലാവരും വായിച്ചിരിക്കണം ഈ സന്ദർഭത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 2012 പോലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഔട്ട്ലുക്ക് എന്നൊരു മാസിക നടത്തിയ സർവേയിൽ ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ആരാണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ആരാണ് എന്നൊരു സർവേ നടത്തി. ആ സർവേയിൽ ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്കറിയണമെങ്കിൽ 1947 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. അന്ന് അക്ഷരാഭ്യാസമുള്ളവരുടെ ശതമാനം വളരെ കുറച്ചായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യയിലെ സ്ത്രീകളിൽ 8.8% സ്ത്രീകൾക്ക് മാത്രമേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാർക്കിടയിലുള്ള സാക്ഷരത എന്ന് 16%. അന്നത്തെ ഒരു ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം എത്രയാണെന്നറിയോ? ഒരു ഇന്ത്യക്കാരൻ അന്ന് ജീവിച്ചിരിക്കുമായിരുന്ന വയസ്സ് ഏകദേശം 27 വയസ്സ് വരെ ഒരു മനുഷ്യന്. അതിനിടയിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് കുത്തിവയ്പ്പ് കിട്ടിയിട്ടുണ്ടാവില്ല, പോഷകാംശമുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യർ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പ്രതീക്ഷിത ആയുസ് 27 അവിടെ നിന്നാണ് ഇന്നിപ്പോൾ അത് 69 പ്രതീക്ഷിത. അതിലധികം ആളുകൾ പിന്നെ ഒരു ഒറ്റപ്പെട്ട വ്യക്തികളല്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം പുരോഗതി നമ്മൾ അളക്കുന്നതിൻ്റെ മാനദണ്ഡമാണ് പ്രതീക്ഷിത ആയുസ് എന്ന് പറയും. 69 സാക്ഷരതാ ശതമാനത്തിൽ. ഈ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അന്നത്തെ വളരെ മോശം അവസ്ഥയിൽ നിന്നും നമ്മൾ ഒരുപാട് മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മുതൽ IIT മുതൽ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ കലാപരിപാടികളാണ്. അത് നിങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ 2019 ആരംഭിച്ച ഒരു രോഗം, അതിനെയാണ് നമ്മൾ COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ, അതിന് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാൻ ഈ ലോകത്തെങ്ങുമുള്ള ശാസ്ത്രജ്ഞന്മാർ വളരെ കഠിനാധ്വാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അത് പുറത്തു വരും. ആ പുറത്തു വരുന്നതോടുകൂടി നിങ്ങൾക്കൊക്കെ നമ്മൾ കരുതലോടെ, പലപ്പോഴും നമുക്ക് കരുതലോടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. ആ രോഗം പലർക്കും ഉണ്ട് എന്ന് കരുതി നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കരുത് ഒരിക്കലും. അതാണ് നിങ്ങളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ, പുസ്തക വായനയിലൂടെ, പുതിയ കഴിവുകൾ പരിശീലിക്കുന്നതിലൂടെയൊക്കെ തന്നെ നിങ്ങളുടെ ഈ കലാവതരണം പോലും നിങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ വിദ്യ അഭ്യസിക്കണം. ഈ എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനുമില്ല നമ്മളുടെ ഇടയിൽ. ഇടശ്ശേരി എന്നൊരു പ്രിയങ്കരനായ ഒരു മലയാള കവിയുണ്ട്, പൂതപ്പാട്ട് ഒക്കെ എഴുതിയ കവി. ചിലരെങ്കിലും അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൊള്ളാനൊന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയപ്പനിനീർ പൂന്തോപ്പിൽ. എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു മുൾച്ചെടിക്ക് പോലും ചില ഔഷധ ഗുണങ്ങളും പല സിദ്ധികളുമുണ്ട്. അതുപോലെയാണ് ഓരോ കുട്ടിക്കും പ്രത്യേകം മറ്റൊരു കുട്ടിക്കുമില്ലാത്ത ചില കഴിവ് ഓരോ കുട്ടിയിലുമുണ്ട്. അത് നമ്മൾ കണ്ടെത്തി നമ്മൾ അവതരിപ്പിക്കണം, നമ്മൾ പഠിച്ച് അതിൽ നമ്മൾ ആയോധനം നടത്തുക, പഠനം നടത്തുക. അല്ലാതെ യേശുദാസിനെ കൊണ്ട് നമുക്ക് മഹാനായ രവിവർമ്മ ഇത് ചിത്രം വരയ്ക്കണം എന്ന് നിർബന്ധിക്കരുത്. യേശുദാസിന് പാടാനാണ് കഴിവ്, രവിവർമ്മയ്ക്ക് വരയ്ക്കാനാണ് കഴിവ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ ശിശുദിന സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ആ കാര്യമാണ്. നിങ്ങൾക്ക് ശിശുദിനാശംസകൾ നേടുന്നു. നെഹ്റു 16 കൊല്ലം സ്കൂളിൽ പോയിട്ടില്ല. അതൊന്ന് നമുക്ക് നെഹ്റുവിൽ നിന്ന് പഠിക്കാനുള്ളൊരു പാഠമാണ്. അദ്ദേഹത്തിനെയൊക്കെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെയൊക്കെ പഠനം നടത്തിയിരുന്നത്. അപ്പം അത് നമുക്ക് നിങ്ങളിപ്പോൾ 7 മാസമായിട്ടല്ലേ ഉള്ളൂ സ്കൂളിൽ എത്താതിരുന്നത്. പക്ഷേ നമുക്ക്
ഉടൻ തന്നെ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും. നെഹ്റുവിൻ്റെ മാതിരി 16 കൊല്ലം സ്കൂളിൽ പോകരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം ആ കാലം മുഴുവൻ പലതും പഠിച്ചെടുക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ട് ശിശുദിനാശംസകൾ നേർന്നു. നിങ്ങളുടെ പരിപാടി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.